ദുര്യോധന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആലോചിക്കാനൊന്നും സമയമില്ല, പരിഗണിക്കാനോ ചിന്തിക്കാനോ സമയമില്ല. നീ അങ്ങേ അറ്റത്തെത്തിക്കഴിഞ്ഞു അപരാധത്തിൻ്റെയും ആപത്തിൻ്റെയും. ആ സമയത്തും കൂടി മുതിർന്ന് ഞങ്ങൾ മിണ്ടാതെ ഇരിക്കരുതല്ലോ എന്ന് വിചാരിച്ച് പറയുകയാണ്. ഞങ്ങളുടെ സമ്മതത്തോടോ തലകുലുക്കത്തോടോ കൂടി ആവരുത് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മുതിർന്നവരെല്ലാവരും പറയുന്നത് തിരസ്കരിച്ച് മഹാബാഹും കൃഷ്ണം അക്ലിഷ്ടകാരിണം, വലിയ ബാഹുവോട് കൂടിയിരിക്കുന്ന കൃഷ്ണൻ, അക്ലിഷ്ടകാരിണം, അനായാസേന എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നവൻ. ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചപ്പോൾ കുട്ടിയായിരുന്ന ഈ കൃഷ്ണൻ എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതം പുഴയ്ക്ക് വിരലിൻ്റെ തുമ്പത്താ പിടിച്ചു നിന്നത്. എളുപ്പത്തിൽ, ഒരു കുഴപ്പമില്ല, ഒരു കുന്നങ്ങടെടുത്ത് ഒരു മലയങ്ങടെടുത്ത് വിരലിൻ്റെ തുമ്പത്ത് പിടിക്കാൻ. അങ്ങനെ അക്ലിഷ്ടം, ക്ലേശമില്ലാതെ ഓർക്കാനും കൂടി പറ്റാത്ത മഹത്കൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പതംഗോ അഗ്നിമിവാസാദ്യ സാമാത്യോ ന ഭവിഷ്യസി. ആ കൃഷ്ണന്റെ നേരെ നീ കെട്ടാൻ എന്നുള്ള പേരിൽ ഒരു മുന്നേറ്റം നടത്തി എന്നുണ്ടെങ്കിൽ എന്തു വരും? ഈയാമ്പാറ്റകളെല്ലാം കൂടി അഗ്നിയെ പിടിച്ച് വിഴുങ്ങാൻ പോയ മാതിരിയാവും. സാമാത്യോന ഭവിഷ്യസി. നീയും നിന്റെ മന്ത്രിമാരും എല്ലാവരും കൂടി ഠപ്പ് നശിച്ചങ്ങോട്ട് പോകും. ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വിതുരൻ പറയുന്നു. പ്രദർശയൻ മഹാബാഹും കൃഷ്ണമക്ലിഷ്ടകാരിണം പതംഗോ അഗ്നിമിവാസാദ്യ സാമാത്യോ ന ഭവിഷ്യസി. ദുര്യോധനും കൂട്ടരും കൂടി കെട്ടാൻ പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കി സാത്വികി അത് സദസ്സിൽ വന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിയും. വിതുരൻ്റെ അവസാനത്തെ ഒരു വാക്കോട് കൂടിയിട്ടാണ് അവരുടെ ഭാഗത്തുള്ളത് മുഴുവൻ തീർന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ ഭാഗത്തിൽ നിന്ന് എന്ത് സംഭവിക്കണമെന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തുല്ലോ. വിതുരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഇനി അവിടെ എന്ത് നടക്കാൻ പോണു? ഇനി നടക്കാനുള്ളത് കൃഷ്ണൻ്റെ ഭാഗത്തിൽ നിന്നാണ്. സദസ്സിൽ നിന്ന് കൃഷ്ണൻ പോയിട്ടില്ല, എല്ലാവരും കൂടി കെട്ടാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ആ പുറപ്പെട്ട സമയത്തും ആ കൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ക്ഷോഭവുമില്ലാതെ എനിക്കിവരെ എല്ലാവരെയും നശിപ്പിക്കാൻ ഒരു വിഷമവുമില്ല, അവരെ പിടിച്ച് കെട്ടാൻ വിഷമമില്ല, ഞാൻ പക്ഷേ പാപപ്രവൃത്തി ചെയ്യില്ല എന്ന് പറഞ്ഞ് തൻ്റെ നയനിർദ്ദേശം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അവിടെ എന്താ നടക്കാൻ പോണേ എന്നുള്ളതാണ് വലിയ ഒരു ഉത്കണ്ഠ ജനിപ്പിക്കുന്നത്. അതിനുള്ള മറുപടി നമുക്ക് കൃഷ്ണൻ തന്നെ ഇനി പ്രദർശിപ്പിച്ച് കാണിച്ചു തരും. ഈ മഹാഭാരതത്തിലെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട മർമ്മസ്പൃക്കായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ ദുര്യോധനൻ്റെ കെട്ടാനുള്ള പുറപ്പാടും അത് സംബന്ധിച്ച ചർച്ചയും. ഇനി അതിന് പ്രതികരണം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ മുൻവിധി എന്നുള്ള നിലയ്ക്കോ മുൻകരുതൽ എന്നുള്ള നിലയ്ക്കോ കൃഷ്ണൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പോകുന്ന നീക്കവും. കൃഷ്ണൻ്റെ സന്ധി ദൗത്യം അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം ദൗത്യം നിർവഹിക്കാൻ വന്ന ആള് പറയേണ്ടതെല്ലാം പറയണം, മറുപക്ഷക്കാർക്ക് പറയാനുള്ളത് കേൾക്കണം, അവരെന്തെങ്കിലും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചനകളോ പൂർണ്ണമായിട്ടുള്ള വെളിപാടോ കിട്ടണം. ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കൃഷ്ണനിലാണ് എല്ലാം ആശ്രയിച്ചിരിക്കുന്നത്. കാരണം ദുര്യോധനും ദുശാസനും കർണനും എല്ലാവരും കൂടി കൃഷ്ണനെ പിടിച്ച് കെട്ടാനുള്ള പ്ലാൻ പൊടിച്ച് നടത്തണോ അവിടെ. ആ വർത്തമാനം കൃഷ്ണപക്ഷക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിന് കൃഷ്ണൻ പ്രതികരിച്ചും കഴിഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഇവരെ മുഴുവനും പിടിച്ച് ബന്ദികളാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, പക്ഷേ ഞാൻ അകൃത്യമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മഹാരാജാവിനോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൃഷ്ണനെ അങ്ങോട്ട് സ്ഥലം വിടേ വേണ്ടു. പക്ഷേ സ്ഥലം വിടാൻ പറ്റുമോ? ഇവർ ബന്ധിക്കാൻ പുറപ്പെടുകയല്ലേ. അപ്പോൾ ഒന്നിലോ ആ ബന്ധനത്തിന് വശംവദനാകണം, അല്ലെങ്കിലോ ആ ബന്ധനം ഇല്ലാതെ നടത്തണം. എന്തായാലും ഒരു കാര്യം ശരിയാണ്, കൃഷ്ണന് എന്തു വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അവിടെ സപ്പോർട്ടിന് വേണ്ട സന്നാഹങ്ങളും അവിടെ അയക്കി കഴിഞ്ഞു കൃതവർമാവ്. അപ്പം അവിടെ ഒരു യുദ്ധം നടത്തണോ, ഒരു കയ്യാങ്കളിക്ക് പുറപ്പെടണോ, അതോ അത് കൂടാതെ ആ പ്രതിസന്ധി ഒഴിവാക്കണോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അവിടെ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ പ്രേക്ഷകരെ? അദ്ദേഹം സന്ധി സംഭാഷണത്തിനാണ് വന്നത്. ആ സംഭാഷണം സ്വല്പം പോലും ഫലപ്രദമായില്ല, ഒക്കെ തകരാറാണ്. അത് മാത്രമല്ല, മറുപക്ഷത്തിൽ ദുര്യോധനൻ ഒറ്റയ്ക്കാണ്, ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച അഭിപ്രായത്തിൽ, അവരുടെ നിർദ്ദേശങ്ങളിൽ. ഇനി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെയാവാൻ പോണു എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു കാര്യം മനസ്സിലായി,
എല്ലാവർക്കും കൃഷ്ണന്റെ അവതരണം ഭംഗിയായി, നന്നായി, ഫലപ്രദമായി, സ്വീകാര്യമാണെന്ന് തോന്നിയിട്ടും ഒരു രാജാവും ഒരക്ഷരവും പറഞ്ഞില്ല എന്നാണ് നമ്മൾ മുമ്പ് കേട്ടത്. അപ്പം മനസ്സിലുള്ള അഭിപ്രായം ഒന്ന്, അത് പുറത്ത് പ്രകടമാക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും വേറെ ഒന്നാണ്. അപ്പം ആ പ്രവർത്തന മേഖലയിൽ, ദൃശ്യമേഖലയിൽ, വ്യവഹാര മേഖലയിൽ ഒരൊറ്റ ആളും ദുര്യോധനെ എതിർത്ത് പറയാൻ അവിടെ തയ്യാറില്ല. എന്നാൽ അഭിപ്രായം കൊണ്ട് അച്ഛനും അമ്മയും വിദൂരനും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ ദുര്യോധനെ എതിർക്കുന്നവരും ദുര്യോധനൻ ഇങ്ങനെ പെരുമാറരുതെന്ന് ശാസിക്കുന്നവരുമാണ്. അവരെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. ദുര്യോധനൻ ഇപ്പോൾ ചെയ്യാൻ പുറപ്പെടുന്നത് എന്താ? ദൂതനെ തന്നെ പിടിച്ച് കെട്ടുക എന്നാണ്. ദുര്യോധനന്റെ വിചാരം അത് അങ്ങനെ തന്നെ ഇവിടെ ഉദ്ദേശമായിട്ട് നടത്താം. എന്താ കാരണം? തൻ്റെ രാജധാനിയാണ്, തനിക്ക് വേണ്ട പ്രബലതയും സ്വാധീനവുമുണ്ട്. കൃഷ്ണൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എത്ര ആളുണ്ടാവും കൂടെ? അത് പൂർണ്ണമായൊന്നും വിലയിരുത്താനുള്ളൊരു ബുദ്ധിയോ തൻ്റെടോ ക്ഷമയോ സമാധാനമോ ഒന്നുമില്ല ആർക്ക്? ദുര്യോധനന്. അപ്പം ഇനി കൃഷ്ണനിൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പം അവസാനം കൃഷ്ണനിതാ ഏകോഹമിതി യന്മോഹാത് മന്യസേ മാം സുയോധന പരിഭൂയ സുദുർബുദ്ധേ ഗ്രഹീതും മാം ജിഗീർഷസി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈശ്വര കാര്യങ്ങളെല്ലാം ഈശ്വരൻ്റെ ഭാഗത്തു നിന്ന് തുറന്നാണ് പ്രകടമാവുക. അവിടെ രഹസ്യം ഗോപ്യം എന്നൊന്നുമില്ല. എന്താ കാരണം? ശ്രീമദ് ഭാഗവതം എപ്പോഴും പറയുന്നതാണ് അർത്ഥേഷ്വഭിജ്ഞസ്വരാട്. എന്ത് കാര്യം എവിടെ നിർവഹിക്കണോ ആ നിർവഹിക്കാൻ എങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് വേണ്ടത്ര സ്വയം അറിയുന്നതാണ് ഈ മഹാപ്രഭാവം, പരമേശ്വരൻ, ജഗദീശ്വരൻ, ശക്തി എന്ന് പറയുന്നത്. അതിന് ബുദ്ധിയുടെ ഒരു കുറവില്ല, കാര്യശേഷിയുടെ കുറവില്ല. എന്തെല്ലാം മാധ്യമങ്ങൾ വേണോ ആ മാധ്യമങ്ങൾ മുഴുവൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ള ആ ശക്തിക്ക്, ആ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ സംരക്ഷണാർത്ഥം എന്ത് വേണമെങ്കിലും ചെറുതോ വലുതോ ആയി ഉണ്ടാക്കിക്കൂടെ? അതിൽ നിങ്ങൾ ആരും ബുദ്ധി കുറയരുത്, മനസ്സിലാക്കിക്കോളൂ. ഈ പ്രപഞ്ചം ഉത്പത്തിയായി നിലനിൽക്കുന്നുണ്ടോ ശൂന്യാകാശത്തിൽ? എന്നാൽ ആ ശൂന്യാകാശത്തിൽ വിവിധ ശക്തികളുള്ളതായ ഈ പ്രപഞ്ച വസ്തുക്കൾ സമ്മേളിച്ച് പരസ്പരം വൈരുദ്ധ്യമില്ലാതെ ഇണങ്ങി നിലനിൽക്കുന്നു. അങ്ങനെ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി കേന്ദ്രത്തിന് അതിൻ്റെ ഉള്ളിൽ സംരക്ഷണാർത്ഥം എന്ത് വേണമെങ്കിലും, കടുകാണെങ്കിൽ കടുക്, പർവ്വതമാണെങ്കിൽ പർവ്വതം, കടുകസമവും പർവ്വതസമവുമായിട്ടുള്ള കാര്യങ്ങൾ രചിക്കാൻ ഒരു വിഷമവും വരില്ല. ഇപ്പം ഇവിടെ എങ്ങനെയാണ് രചിക്കാൻ പോണേ? അതാണ് നമുക്ക് കാണാനുള്ളത്. ഏകോഹമിതി യന്മോഹാത് മന്യസേ മാം സുയോധന പരിഭൂയ സുദുർബുദ്ധേ ഗ്രഹീതും മാം ചികീർഷസി. ദുര്യോധനന്റെ പ്രയത്നത്തെ നേരിടണം. കൃഷ്ണൻ ഓടിപ്പോകുന്ന ആളല്ല. ആരോ ഒരാൾ ആക്രമിക്കാൻ വന്നു, പിടിക്കാൻ വന്നു, അടിക്കാൻ വന്നു, കെട്ടാൻ വന്നു എന്ന് പറഞ്ഞാൽ അത് കേട്ട ഉടനെ ഓടി ഒളിഞ്ഞു പോകുന്ന ഒരാളല്ല. അത് എന്തിനേയും നേരിടുന്ന ആളാണ്. ഭാഗവതത്തിലെ കഥ നിങ്ങൾക്കൊക്കെ അറിയാം. ജനിച്ചത് മുതൽ ആ കൃഷ്ണനെ നശിപ്പിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി പൂതനെ അടക്കം എന്തൊക്കെ വേഷങ്ങളും സംവിധാനങ്ങളുമായിരുന്നു കംസൻ മിനഞ്ഞുണ്ടാക്കിയത്. എന്തൊക്കെയാ അത് മുഴുവനും കൃഷ്ണൻ കണ്ടു പേടിച്ചില്ല. പേടി തോന്നിയത് ആർക്കാ? യശോദയ്ക്കും നന്ദഗോപർക്കും കൂട്ടർക്കൊക്കെയാണ് പേടി. കൃഷ്ണൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അപ്പം ദുശാസനൻ കെട്ടാൻ പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് കേട്ടാൽ അയ്യോ എന്ന് പറഞ്ഞ ആവലാതിപ്പെടുന്ന ആളോ പരിഭ്രമിക്കുന്ന ആളോ അല്ല. അപ്പം തുറന്ന് അദ്ദേഹം പറയുകയാണ് ഏകോഹമിതി യന്മോഹാത്. ദുര്യോധനൻ, സുയോധനൻ എന്നെ കെട്ടാൻ പുറപ്പെട്ടത് എന്തുദ്ദേശത്തിലാ സുയോധന എന്നെ കെട്ടാൻ പുറപ്പെട്ടത്? ഏകോഹമിതി യന്മോഹാത്. കൃഷ്ണൻ ഒറ്റയ്ക്ക് വന്നിരിക്കുക, കൂടെ ആരുമില്ല, നമ്മളെ രാജധാനിയുടെ ഉള്ളിലാണ്. അഭിപ്രായം പറയുന്നിടത്ത് അദ്ദേഹം മാത്രമേ ഉള്ളൂ, പിന്നെയൊക്കെ എൻ്റെ കൂട്ടരാ. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ പിടിച്ച് കെട്ടുകയാണെങ്കിൽ ഒരൊറ്റ ആളെ കെട്ടേണ്ട ചോദ്യമേ ഉള്ളൂ. സൈന്യമില്ല, സന്നാഹമില്ല, ഒരുക്കുകളില്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ലാതെയാണ് വന്നിരിക്കുന്നത്. രണ്ട് കയ്യിലും, കൃഷ്ണൻ്റെ കയ്യിലും ഒന്നുമില്ല. സാധാരണ ഗതയും ചക്രമൊക്കെ ഉണ്ടാവും. സാത്വികയുടെയും വിതുരൻ്റെയും കൈ പിടിച്ചിട്ടാണല്ലോ വന്നത്. ആ പിടിച്ചു വന്ന സമയത്ത് രണ്ട് കയ്യിലും ഒന്നുമില്ല എന്ന് വ്യക്തമാണല്ലോ. ഒരു കൈ സാത്വികയുടെ കയ്യിലും പിന്നെ ഒന്ന് വിതുരൻ്റെ കയ്യിലുമായിരുന്നു. അപ്പം അദ്ദേഹം ഒരു വിധത്തിലുള്ള ആയുധമോ ഒന്നുമില്ലാതെയാണ് വന്നിരിക്കുന്നത്. കഴുത്തിലൊരു ഉത്തരീയ ഉണ്ടാവും, അത്രേനേയുള്ളൂ, അരയിൽ വസ്ത്രവും. അങ്ങനെ വന്നിട്ടുള്ള ഒരു കൃഷ്ണനെ പിടിച്ച് കെട്ടാൻ എളുപ്പമാണെന്നാണ് സുയോധന താൻ വിചാരിക്കുന്നത്. ഏകോഹമിതി യന്മോഹാത്. ഞാൻ ഒറ്റ ഒരുത്തനാ, ഇപ്പം പിടിച്ച് കെട്ടാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. പിന്നെന്നോ മുമ്പെന്നോ ചെന്ന് കെട്ടി അങ്ങോട്ട് പിടിക്കുക. അപ്പോൾ രണ്ട് കയ്യും ഉള്ളിലായി. എന്നിട്ട് വേണ്ടി വന്ന ഒരു കയറോ ചരടോ കൊണ്ടുവന്നിട്ട് വരിഞ്ഞ് അങ്ങോട്ട് കെട്ടുക. അപ്പോൾ പിന്നെ കൈ അനങ്ങില്ല.
വേണമെങ്കിൽ കാലും കെട്ടാം. അപ്പം പിന്നെ കൃഷ്ണനെ കെട്ടിയല്ലോ, ബുദ്ധിമുട്ടില്ല എന്നാണല്ലോ വിചാരിക്കുന്നത്. അത് ഒരു മോഹമാണ്. ഏകോഹമിതി യന്മോഹാത് മന്യസേ മാം സുയോധന പരിഭൂയ സുദുർബുദ്ധേ ഗൃഹീതും മാം ചികീർഷസി. പരിഭൂയ സുദുർബുദ്ധേ. ഒറ്റയ്ക്ക് വന്നിരിക്കണ കൃഷ്ണൻ, അദ്ദേഹം എന്ത് ചെയ്യാനാ? ദുർബലനാണ് എൻ്റെ രാജധാനിയിൽ. എനിക്കാണ് പക്ഷത്തിൽ ആളുകൾ കൂടുതൽ, സന്നാഹങ്ങളും കൂടുതലുണ്ട്. അപ്പം എൻ്റെ കണ്ണും വിരലും അനക്കിയാൽ ഈ ദൂതനെ പിടിച്ച് കെട്ടാം എന്നുള്ളതാണ് വിചാരം. അപ്പം ഞാൻ ആരാ, എവിടുന്നാ വരണത്, എനിക്ക് എന്തെങ്കിലും ധർമ്മബലമുണ്ടോ പിൻബലമുണ്ടോ, ഇതൊന്നും അറിയാൻ തനിക്ക് പറ്റുന്നില്ല. അപ്പം ഒന്നിനെയും വകവയ്ക്കാതെ സുദുർബുദ്ധേ. കേൾക്കണുണ്ടോ നിങ്ങൾ? പലരും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുന്നുണ്ട്. തൊഴുതിങ്ങനെ ചിരിച്ച് പ്രസാദവും തൊട്ട് വരും. ആ ഭഗവാന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അവസരം കൊടുക്കുന്നുണ്ടോ? ഞാൻ അങ്ങേ വന്ന് തൊഴുന്നു, നമസ്കരിക്കുന്നു, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, പലതും അടിയറ വെച്ച് സംസാരിക്കുന്നു. പക്ഷെ അങ്ങയ്ക്ക് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? ഒന്ന് ഉരിയാടിയാൽ കൊള്ളാം എന്ന് പറയുന്ന ഭക്തന്മാരാരെങ്കിലും ഉണ്ടോ? അപ്പം ഭഗവാൻ പറയുകയാണ് സുദുർബുദ്ധേ എന്നാ വിളിക്കുന്നത്. എന്താ അതിനർത്ഥം? ഈശ്വരൻ ഭക്തനോട് പറയുന്നത് പോലെ കൃഷ്ണൻ ഇതാ കൃഷ്ണന്റെ മനസ്സിലുള്ള അഭിപ്രായം തുറന്ന് പറയുകയാണ്. സുദുർബുദ്ധിയാണ് താൻ. ആരാ ദുര്യോധനൻ? യുവമഹാരാജാവാണ്. ദുര്യോധനന്റെ ഇംഗിതത്തിനനുസരിച്ചേ ഹസ്തിനപുരത്തിൽ എന്തും നടക്കുന്നുള്ളൂ. എന്തു പറഞ്ഞിട്ടാ കൃഷ്ണൻ വന്നത്? ഞാൻ യുധിഷ്ഠിരൻ പറഞ്ഞ് രാജ്യം യാചിക്കാനാണ് വന്നിരിക്കുന്നത് എന്നാ പറഞ്ഞത്. അപ്പം കൃഷ്ണനെ പോലെ ഒരാൾ ദൂത് പറഞ്ഞു വരുന്നു, അതിൽ യാചിക്കുക എന്നുള്ള ശബ്ദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ദുര്യോധനന്റെ പക്ഷത്തിലുള്ളവർക്ക് ശക്തിയും പ്രതാപവും അജയ്യത്വവും എത്രയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ആണെങ്കിലും സുദുർബുദ്ധേന്ന് ശങ്ക കൂടാതെ സംശയം കൂടാതെ സധൈര്യം വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിലയിരുത്തൽ പറയാണ്. ദുര്യോധന, താൻ സുദുർബുദ്ധിയാണ്. മാം ഗ്രഹീതും ചികീർഷസി. താൻ എന്നെ പിടിച്ച് കെട്ടാനായിട്ട് പുറപ്പെടുകയാണ്. അതാണ് തനിക്ക് അഭിലാഷം. ഏകോഹമിതി യന്മോഹാത് മന്യസേ മാം സുയോധന പരിഭൂയ സുദുർബുദ്ധേ ഗൃഹീതും മാം ചികീർഷസി. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ദാ കണ്ടോളൂ. ഇതാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ദുര്യോധന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി തനിക്ക് കെട്ടാൻ മാത്രവിധത്തിലുള്ള ഒരു ഒറ്റയാനല്ല ഈ കൃഷ്ണൻ, ഏകത്തടിയനല്ല. ആ കൃഷ്ണനെ കെട്ടാൻ പുറപ്പെട്ട സാധ്യമല്ല എന്നുള്ളൊരു പിക്ചർ മനസ്സിൻ്റെ മുൻപിലെങ്കിലും കാണിച്ചു കൊടുക്കണം. അത് സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ സാധിക്കുമല്ലോ. അതെന്താ അതിന് സ്വാമിജി ഇങ്ങനെ ഉറപ്പിച്ച് പറയണേ? നിങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടില്ലേ? ആ സ്വപ്നത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒന്നുമല്ലാത്ത ഒരു നിറവും മണവും ഗുണവും അളവുമില്ലാത്തതായ മനസ്സല്ലേ ഈ സ്വപ്നത്തിലുള്ള വസ്തുക്കൾ മുഴുവനാകുന്നത്? ആ സ്വപ്ന വസ്തുക്കളിൽ സൂര്യൻ ഉണ്ടായിക്കൂടെ? ഒരു സൂര്യനല്ല, ഒന്നിലധികം. ചന്ദ്രനക്ഷത്രങ്ങളോ അതുമുണ്ടാവാം, ജ്വലിക്കുന്ന അഗ്നി ഉണ്ടാവാം, മിന്നുകൾ ഉണ്ടാവാം, പല വിധത്തിലുള്ള പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, എയറോപ്ലെയിൻ, വൻ നഗരങ്ങൾ, മൾട്ടി സ്റ്റോറീഡ് മാൻഷൻസ്, സ്വർഗം, നരകം, വൈതരണി, സർവ്വതും ഈ സ്വപ്നത്തിൽ ഉണ്ടായിക്കൂടെ? ഈ സ്വപ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ ആരാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനസ്സ്. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചേതന, കോൺഷ്യസ്നെസ്സിന്, ശുദ്ധബോധത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാനുള്ള പ്രഭാവമുണ്ടോ? ഇത് ശ്രീമദ് ഭാഗവതം പറയുന്ന സമയത്ത് ഏകാദശ സ്കന്ധത്തിൽ പല സ്ഥലത്തും ഞാനിത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ശരീരം പരിമിതമാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചേതനയാകട്ടെ എല്ലാം കൊണ്ടും അപരിമിതമാണ്. അതിൻ്റെ ശക്തി അല്ലെങ്കിൽ പ്രഭാവം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് പ്രത്യക്ഷമായി അനുഭവസിദ്ധമാക്കി തരുന്നതാണ് സ്വപ്നം എന്ന് പറയുന്ന അനുഭവം. ജാഗ്രത ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരത്തിലൂടെ പ്രകടമാകുന്നതാണ് ജാഗ്രത. ഇന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ് മാത്രമായി രചിക്കുന്നതാണ് സ്വപ്നം. ഇത് രണ്ടും മാച്ച് കളഞ്ഞ് വെറുതെ കിടന്നുറങ്ങുന്നതാണ് സുഷുപ്തി. അപ്പോൾ സുഷുപ്തിയിൽ ഉറങ്ങുന്ന ആ ചേതനയാണ് സ്വപ്നത്തിൽ സൂക്ഷ്മരൂപത്തിൽ സൃഷ്ടി നടത്തുന്നതും ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല രൂപത്തിൽ പ്രകടമാകുന്നതും. ആ മനസ്സിൻ്റെ വൈഭവം കൊണ്ട് എന്താ സാധിക്കാത്തത്? സ്വപ്നത്തിൽ രചിക്കാമെങ്കിൽ ജാഗ്രതയിൽ രചിക്കാമല്ലോ. ഇപ്പം ഈ കാണുന്നതുണ്ടല്ലോ, ഇത് സ്ഥിരം എവിടെയില്ല. കൃഷ്ണൻ ഒരു ദിവ്യ രൂപം അങ്ങോട്ട് ആയിത്തീർന്ന് കാണിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് പോയി. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ദുര്യോധനൻ്റെ പുറപ്പാട്, കൃഷ്ണൻ ഇതെല്ലാം കഴിഞ്ഞ് പുറപ്പെട്ട് പോണു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുണ്ടായിട്ടുള്ള ഒരു സ്വപ്ന ദർശനമാണ് ഈ വിശ്വരൂപം എന്ന് പറയുന്നത്. രണ്ട് സമയത്താണത്ര ഈ വിശ്വരൂപം കാണിച്ചത്. ഒന്ന് എപ്പോഴാ? ഇപ്പോൾ. ഇത് കഴിഞ്ഞാലോ കുരുക്ഷേത്രത്തിൽ അർജുനന് സംശയം തീരണില്ല.
പിതാമഹനോടും ദ്രോണാചാര്യരോടും കൂടി പടപൊരുതണം, കൃപാചാര്യനോടും പടപൊരുതണം. ഈ പട എന്തു തന്നെ പറഞ്ഞാലും മനുഷ്യവികാരത്തിന് ചേരുന്നതല്ല. വൈകാരികമായിരിക്കുന്ന പ്രതിബന്ധം, തടസ്സം വളരെ കൂടുതലാണ്. എത്ര തന്നെ ബുദ്ധിക്ക് തെളിച്ചം വന്നാലും മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാഭാരത യുദ്ധം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അർജുന. പ്രപഞ്ചം നിലനിൽക്കാനായി പല സാധനങ്ങളും പല വ്യവസ്ഥകളും പല നിയമങ്ങളുമുണ്ട്. അതിൽ ഈ മഹാഭാരത യുദ്ധവും അത്യാവശ്യമാണ്. എന്താ ഈ മഹാഭാരത യുദ്ധം വന്ന് പിണഞ്ഞിരിക്കുന്നത്? ദുര്യോധന ഒരൊറ്റ ആളെ ചൊല്ലിയ. എന്നാൽ ഒരാളാണോ ഇവിടെ യുദ്ധത്തിന് വന്നിരിക്കുന്നത്? അല്ല, 18 അക്ഷൗഹിണി സേന. അതിൽ 11 മറുഭാഗത്തുള്ളവരാ. അവർക്കെല്ലാവർക്കും യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പും തീരുമാനവും ആവശ്യവും നിർബന്ധവും പിണഞ്ഞു കഴിഞ്ഞാൽ അത് ലോകചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി. അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അനവധി ആൾക്കാർ കൂട്ടായി ഒരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ഒരു പുറപ്പാട് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാതെ പറ്റില്ല. അങ്ങനെ വരുമ്പോഴോ അവിടെ നാശവും ഉണ്ടാവും. അപ്പോൾ ഈ നാശം എന്ന് പറഞ്ഞ് ആരും കണ്ടു പേടിക്കണ്ട. എത്ര കൊടുങ്കാറ്റുകൾ ഉണ്ടാവണം, എത്ര ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവണം, എത്ര സുനാമികൾ ഉണ്ടാവണം, കാട്ടുതീ എത്രയാണ് ഇവിടെ കത്തുന്നത്. ഈ നാശമില്ലാതെ നിലനിൽപ്പില്ല, ജന്മമില്ലാതെ നിലനിൽപ്പില്ല. ജന്മമുണ്ടെങ്കിൽ നിലനിൽപ്പുണ്ട്, നിലനിൽപ്പുണ്ടെങ്കിൽ നാശവുമുണ്ട്. അപ്പോൾ പലതരത്തിലും നാശമുണ്ടാവുക. ആ നാശത്തിൽ ചെറുതൊക്കെ സ്വാഭാവികം, ആവർത്തന സ്വരൂപത്തിലുള്ളത്, ലഘു അത്രയുള്ളത്. ചിലത് വൻ വിപത്തുകളും ഉണ്ടാവാം. അപ്പോൾ ഈ മഹാഭാരത യുദ്ധവും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരാവശ്യമാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ താളം തെറ്റി നടക്കണു, ധർമ്മം ലംഘിച്ച് നടക്കണു. ആ ലംഘനം കൂടി ഒരു പരിധി വരെ എത്തി. ഇനി വീർപ്പുമുട്ടായി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർ ഒറ്റയടിക്ക് മാറി ധർമ്മിഷ്ഠരാവണം, അല്ലെങ്കിലോ കൂട്ടായി നശിക്കണം. ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ ലോകത്തിൽ, വേറെ ഒരു വഴിയില്ല. ആ കൂട്ടമരണം, കൂട്ടനാശം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് വിശ്വരൂപം അവിടെ കാണിച്ചു കൊടുത്തത്. ഇവിടുത്തെ വിശ്വരൂപമോ അതല്ല. ഇവിടുത്തെ വിശ്വരൂപത്തിൻ്റെ ആവശ്യം എന്താ? ഒരു യുദ്ധമില്ലാതെ, അനാവശ്യമായി ഇനി വാക്കുതർക്കമില്ലാതെ, കയ്യാങ്കളിയില്ലാതെ ദുര്യോധനെ അടക്കണം, ഒതുക്കണം, തള്ളിക്കളയണം. എന്നിട്ട് താൻ തൻ്റെ പാട്ടിൽ അവിടുന്ന് അങ്ങോട്ട് പോകണം. അപ്പം ഇവിടെ ഒരു യുദ്ധത്തിൻ്റെ ചോദ്യം വരുന്നില്ല. കൃഷ്ണൻ ഇവിടെ വന്നത് ആരായിട്ടാണ്? ദൂതനായിട്ടാണ്, സന്ദേശവാഹകനായിട്ടാണ്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉദ്ദേശമേ അദ്ദേഹത്തിനുള്ളൂ. സംസാരം വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ദുര്യോധനാണ് മര്യാദ ലംഘിച്ച് കൃഷ്ണനെ പിടിച്ച് കെട്ടുക എന്നുള്ള കയ്യാങ്കളിക്ക് പുറപ്പെടുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ കയ്യാങ്കളിക്ക് വിധേയനാവണം കൃഷ്ണൻ, അല്ലെങ്കിലോ അത് പറ്റാത്ത തരത്തിൽ ഒരു ദൃശ്യം അവിടെ രചിച്ച് ദുര്യോധനെ പിൻവലിപ്പിച്ച് സുരക്ഷിതനായി താൻ അവിടുന്ന് അങ്ങോട്ട് പോകണം. ഒരാൾക്കും ഒരു രോമകൂപത്തിന് മാറ്റം വരരുത്. അതാണ് ഈ വിശ്വരൂപത്തിൻ്റെ ഉദ്ദേശം ഇവിടെ. അപ്പം അദ്ദേഹം പറയുകയാണ്, പരിഭൂയ സുദുർബുദ്ധേ ഗ്രഹീതും മാം ചികീർഷസി. നീ സ്വല്പമെങ്കിലും കാര്യങ്ങൾ വകവയ്ക്കാതെ ഞാൻ പറഞ്ഞതോ ആവശ്യപ്പെട്ടതോ പാണ്ഡവന്മാരുടെ സ്ഥിതിയോ എൻ്റെ തന്നെ പ്രഭാവമോ പ്രതാപമോ മനസ്സിലാക്കാതെ നീ എന്നെ കെട്ടാൻ പുറപ്പെടുന്നുണ്ടല്ലോ, ആ ധാരണ അങ്ങോട്ട് മാറ്റിക്കളയൂ എന്ന് പറഞ്ഞ് ഇഹൈവ പാണ്ഡവാ സർവേ തഥൈവ അന്ധകവൃഷ്ണയഃ ഇഹാദിത്യാശ്ച രുദ്രാശ്ച വസവശ്ച മഹർഷിഭിഃ. ഇഹൈവ പാണ്ഡവാ സർവേ തഥൈവാന്ധകവൃഷ്ണയഃ. ഒരു തരത്തിൽ ഈ സ്വപ്നം ഉറങ്ങിയിട്ടാണല്ലോ സ്വപ്നം കാണുക. അതേമാതിരി ഒരു മയക്കം പോലെ അങ്ങോട്ട് വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് സ്വാതന്ത്ര്യമായി എന്ത് വേണമെങ്കിലും രചിച്ച് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാൻ, എന്തു വേണമെങ്കിലും രചിച്ച് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാൻ മനസ്സിന് സാധിക്കും. കണ്ടോളൂ, നീ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൃഷ്ണദേഹത്തിൽ, ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിയിൽ പാണ്ഡവാഹ സർവേ, പാണ്ഡവന്മാരെല്ലാവരും ഉണ്ടതിൽ. തഥൈവ അന്ധകവൃഷ്ണയഃ, കൃഷ്ണൻ ഒറ്റയ്ക്കൊന്നുമല്ല. ഒറ്റ കൃഷ്ണനെ എളുപ്പത്തിൽ പിടിച്ച് കെട്ടാം എന്നാണല്ലോ തൻ്റെ മനസ്സിലുള്ള വിചാരം. ആ വിചാരം അങ്ങോട്ട് മാറ്റിക്കളയൂ. നോക്ക്, നല്ല പോലെ കണ്ടോ, മനസ്സിലാക്കിക്കോ എന്നാ പറയുന്നത്. അന്ധകന്മാരുണ്ട്, വൃഷ്ണികളുണ്ട്, പാണ്ഡവന്മാരുണ്ട്. മാത്രമോ ഇഹാദിത്യാശ്ച രുദ്രാശ്ച വസവശ്ച മഹർഷിഭിഃ. ഇവിടെ അനവധി ആദിത്യന്മാർ. സാധാരണ ആകാശത്ത് നോക്കിയാൽ ഒരു സൂര്യനേ ഉള്ളൂ. ഇതങ്ങനെയല്ല, അനവധി ആദിത്യന്മാർ, രുദ്രന്മാർ, വസുക്കൾ, മഹർഷിമാരോടുകൂടി എല്ലാവരും ഇതാ നിൽക്കണു. കണ്ടോളൂ കണ്ടോളൂ. ദുര്യോധന, നിന്റെ കയറിന് നീളം മതിയാവോ? നിന്റെ 2 കയ്യോ, ദുശാസന്റെ 2 കയ്യോ, കർണന്റെ 2 കയ്യോ, 6 കൈ വന്നാൽ
ഈ കാണുന്നതിന് മുഴുവൻ കെട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നല്ല പോലെ ആലോചിക്കൂ. കെട്ടുന്നതിന് ഒരു വിരോധമില്ല. കെട്ടപ്പെടുമെങ്കിൽ കെട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ കെട്ടിക്കോളൂ, ഒരു വിരോധമില്ല. ഞാൻ ഭയന്നോടാനല്ല ഇവിടെ വന്നത്. ഞാൻ യാചനാശബ്ദം ഉപയോഗിച്ചു എന്നുണ്ടെങ്കിലും മനസ്സിലാക്കിക്കോളൂ, എല്ലാവർക്കും കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ് വന്നിരിക്കുന്നത്. വിനയം കൊണ്ട് മനുഷ്യമര്യാദയുടെ പേരിൽ, രാജമര്യാദയുടെ പേരിൽ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കാൻ, കൂട്ടക്കൊല ഇല്ലാതെ കഴിക്കാൻ വന്നതാണ്. ആ മര്യാദയാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. അപമര്യാദ കാണിക്കുന്നത് നീയാണ്. നല്ല പോലെ ഗ്രഹിക്കുക. ഇഹൈവ പാണ്ഡവാ സർവേ തഥൈവാന്ധകവൃഷ്ണയഃ ഇഹാദിത്യാശ്ച രുദ്രാശ്ച വസവശ്ച മഹർഷിഭിഃ. സാധാരണ നമ്മൾ ഒരാളെ നോക്കിയാൽ ഭൗതിക വസ്തുക്കളെ കാണുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അഭൗമമായിരിക്കുന്ന കാര്യങ്ങളും ദൃശ്യത്തിൽപ്പെടും. അതാണ് പറയുന്നത്. ആദിത്യന്മാർ, രുദ്രന്മാർ, വസുക്കൾ, മഹർഷിമാർ ഏവമുക്ത്വാ ജഹാസോച്ചൈഃ കേശവഃ പരവീരഃ തസ്യ സംസ്മയത ശൗരേഃ വിദ്യുദ്രൂപ മഹാത്മനഃ. ഏവമുക്ത്വാ ജഹാസോച്ചൈഃ. കൃഷ്ണനെ പറ്റി എവിടെയെങ്കിലും ഇങ്ങനെ വിവരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. സാധാരണ ഈ ഡ്രാമയിലൊക്കെ രാജാക്കന്മാർ, പ്രത്യേകിച്ചും അവിടെ വടംവലിയൊക്കെ നടക്കുന്ന സമയത്ത് ഉച്ചത്തിൽ അങ്ങോട്ട് ഹസിക്കും. അതുമാതിരി ഉച്ചൈഹി ജഹാസ, ഇത്രയും പറഞ്ഞ് കൃഷ്ണൻ അങ്ങോട്ട് വല്ലാതെ കുലുങ്ങി ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചു അത്രേ. കേശവ പരവീര. സാധാരണ ഭഗവത്ഗീതയിൽ നാം കാണാൻ പോകുന്നത് എന്താ? വല്ലാതെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത, ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പറയുന്നത്. അർജുനൻ ദുഃഖിക്കുമ്പോൾ കൂടെ നിങ്ങൾ കരഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് എങ്ങനെയാ സമാധാനിപ്പിക്കാൻ പറ്റുക? കരയുന്ന ഒരാളെ സമാധാനിപ്പിക്കുന്നവൻ കരച്ചിലില്ലാത്തവനാവണം. അപ്പോഴേ സമാധാനം കൊണ്ട് കരയുന്നതിൻ്റെ കരച്ചിൽ മാറുള്ളൂ. അതുപോലെയല്ല ഇവിടെ ധിക്കാരത്തിന് പുറപ്പെട്ടിരിക്കുക, ആക്രമണത്തിന് പുറപ്പെട്ടിരിക്കുക, കെട്ടാനായിട്ട് പുറപ്പെട്ടിരിക്കുക. അപ്പം അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് വാക്കുകൊണ്ടെങ്കിലും മുഖം കൊണ്ടെങ്കിലും അതിനെ പുച്ഛമാക്കി തള്ളുന്ന ഒരു പ്രകടനം അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉച്ചത്തിൽ അങ്ങോട്ട് ചിരിച്ചു, ഒരു പരിഹാസച്ചിരി. ഏവമുക്ത്വാ ജഹാസോച്ചൈഃ കേശവഃ പരവീരഃ. ഏത് ശത്രുക്കളെയും വീരമായി ധീരമായി ഹിംസിക്കാൻ പ്രാപ്തിയുള്ള കൃഷ്ണൻ പരിഹാസച്ചിരി ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് തസ്യ സംസ്മയത ശൗരേഃ വിദ്യുദ്രൂപ മഹാത്മനഃ. തസ്യ സംസ്മയത ശൗരേഃ വിദ്യുദ്രൂപ മഹാത്മനഃ അങ്കുഷ്ടമാത്രാ ത്രിദശ മുമുചുഃ പാവകാർച്ചിഷഃ തസ്യ ബ്രഹ്മ ലലാടസ്ഥോ രുദ്രോ വക്ഷസി ചാഭവത്. ആ ഒറ്റ കൃഷ്ണൻ ഒറ്റയല്ല എന്ന് ഇവിടെ മനസ്സിലാവണം. ആർക്ക്? ദുര്യോധനന്. ആ മനസ്സിലാക്കുന്ന രൂപം എങ്ങനെയോ ആയിക്കോട്ടെ, കാണുന്ന ദുര്യോധനന്, ചിന്തിക്കുന്ന ദുര്യോധനന് ഇംഗിതങ്ങൾ എവിടെ പൊന്തി വരുന്നു ആ മനസ്സിൽ ദുര്യോധനന് ബോധ്യം വരണം. ആ ബോധ്യം വരുത്താനുള്ള രൂപമോ മാർഗമോ മാധ്യമമോ എന്തോ ആവട്ടെ, ഒരു വിധത്തിലുള്ള കോട്ടവും കുറവുമില്ലാതെ, അക്രമമില്ലാതെ, പ്രത്യാക്രമണമില്ലാതെ, ആക്രമണത്തിന് വഴിവെക്കാതെ കൃഷ്ണൻ അവിടുന്ന് ഇതെല്ലാം അവസാനിപ്പിച്ചു പോകണം. അപ്പം അവസാനമായിട്ടാണ് കെട്ടാൻ പുറപ്പെട്ടിരിക്കുന്നത്. ആ പുറപ്പെട്ടിട്ടുള്ള പരിശ്രമം വിഫലമാവണം. പുറപ്പെട്ടവർക്ക് തന്നെ തോന്നണം ഇത് സാധിക്കില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കി കുശലമാക്കി അവസാനിപ്പിച്ചു പോകേണ്ടതാണ് ഇവിടെ ആവശ്യം. അത് കൃഷ്ണൻ എങ്ങനെ നിർവഹിക്കണു എന്നുള്ളത് നോക്കിക്കോളൂ. തസ്യ സംസ്മയത ശൗരേഃ വിദ്യുദ്രൂപ മഹാത്മനഃ. മഹാത്മാവായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്കുഷ്ടമാത്രാഹ ത്രിദശ മുമുചുഃ പാവകാർച്ചിഷഃ. അങ്ങനെ കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ ആ ജ്വലന കണങ്ങളുണ്ടല്ലോ, അതുമാതിരിയുള്ള അങ്കുഷ്ടമാത്രാ ത്രിദശാഹ. നമ്മുടെ അങ്കുഷ്ടമാത്രമായിരിക്കുന്ന ദേവതകളുണ്ടല്ലോ, ദേവകൾ, അതിങ്ങനെ പുറപ്പെട്ടു അത്രേ ധാരാളം. പാവകാർച്ചിഷഃ തസ്യ ബ്രഹ്മാലലാടസ്ഥോ രുദ്രോ വക്ഷസി ചാഭവത്. ബ്രഹ്മാവ് ലലാടത്തിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷമായി. ദുര്യോധനൻ കാണുന്നത് ആരെയാ? കൃഷ്ണനെയാ. പക്ഷെ ആ കൃഷ്ണനിൽ ലലാടത്തിൽ നിന്ന് ബ്രഹ്മാവ്, വക്ഷസിൽ നിന്ന് മാറിടത്തിൽ നിന്ന് ആരാ? രുദ്രൻ. ഇതെല്ലാം അങ്ങനെ കത്തിജ്വലിക്കുന്ന തീ എങ്ങനെയോ അതേമാതിരിയുള്ള പ്രകാശത്തോട് കൂടിയിട്ടാണ് പുറപ്പെടുന്നത്. എത്ര ദേവകളാ! ദേവാധിപനായിരിക്കുന്ന ബ്രഹ്മാവ്
സംഹാരമൂർത്തിയായിരിക്കുന്ന രുദ്രൻ എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ട് അങ്ങോട്ട് വരുന്നു കൃഷ്ണ ശരീരത്തിൽ നിന്ന്. ലോകപാലാഭുജേശ്വാസൻ അഗ്നി ആസ്യാത് അജായത ആദിത്യാശ്ചൈവ സാധ്യാശ്ച വസവോധ അശ്വിനാവപി. നമ്മുടെ പുരാണങ്ങളിൽ ഈ ഭൗമചരിത്രമല്ലാതെ അതിന് ഉപരിയായിരിക്കുന്ന പല തലങ്ങളിലും പല വാസികളുമുണ്ട് എന്ന് പറഞ്ഞ് പലതും നമ്മൾ വിവരിക്കാറുണ്ട്. അതിനൊക്കെ ഇവിടെ ഒരു സ്ഥാനം കൊടുത്തിരിക്കുക. ലോകപാലാഭുജേശ്വാസൻ, കൈകളിൽ നിന്ന് ലോകപാലന്മാർ. അഗ്നിഹി ആസ്യാദജായത, മുഖത്തിൽ നിന്ന് അഗ്നി. എന്താ അതിനർത്ഥം? പഞ്ചഭൂതങ്ങൾ മുഴുവനും അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഭൗമാതീതമായിരിക്കുന്ന എല്ലാ സൃഷ്ടിവിശേഷങ്ങളും ആ കൃഷ്ണ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് ആര് കാണുന്നു? ദുര്യോധനൻ. ആദിത്യാശ്ചൈവ സാധ്യാശ്ച, ആദിത്യന്മാരും സാധ്യന്മാരും വസുക്കളും അശ്വിനി ദേവതകളും എല്ലാവരുമുണ്ട്. മരുതശ്ച സഹേന്ദ്രേണ വിശ്വേ ദേവാസ്തഥൈവ ച ബഭൂവുശ്ചൈവ യക്ഷാശ്ച ഗന്ധർവോരഗ രാക്ഷസാഃ. മരുതശ്ച സഹേന്ദ്രേണ, ഇന്ദ്രനോടുകൂടി മരുത്തുക്കളെല്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിശ്വേ ദേവാസ്തഥൈവ ച, വിശ്വേദേവന്മാരുമുണ്ട്. ബഭൂവുശ്ചൈവ യക്ഷാശ്ച, യക്ഷന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, ഉരകങ്ങളും രാക്ഷസന്മാരുമുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പെട്ടു? ദുര്യോധനൻ്റെ കാഴ്ചയിൽ ഒതുങ്ങാത്തതാണിത് മുഴുവനും. മനസ്സിൽ പിടിക്കാൻ പറ്റില്ല. തന്നെയാ വന്നിരിക്കുന്നത്. പെട്ടെന്ന് പിടിച്ച് കെട്ടാം. നമ്മളാണെങ്കിൽ 10ഓ 100ഓ അധികം ആളുകളുണ്ട്. കൃഷ്ണൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എളുപ്പം കഴിയും, ചുളിവിൽ നടത്താം എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. ആ കൃഷ്ണനെ നോക്കി കാണുമ്പോൾ ദുര്യോധനൻ്റെ മനസ്സിൽ ഇതൊക്കെയാ തോന്നുന്നത്. പ്രാദുരാസ്താം തഥാ ദോർഭ്യാം സംഘർഷണധനഞ്ജയോ ദക്ഷിണേധാർജുനോ ധന്വി ഹലി രാമശ്ച സവ്യതഃ. പ്രാദുരാസ്താം തഥാ ദോർഭ്യാം സംഘർഷണ ധനഞ്ജയോ. കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. ഇത് ഒരു കൃഷ്ണനൊന്നുമല്ല. ഞാൻ കെട്ടാമെന്ന് കണക്കാക്കി, പക്ഷെ എനിക്ക് തന്നെ ഇതാ അനുഭവമാവണു ഇത് ഒരു കൃഷ്ണനല്ല. അദ്ദേഹത്തിന് ഞാൻ 2 കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതാ ഈ വേഷങ്ങളൊക്കെയാണ്. പ്രാദുരാസ്താം, ആവിർഭവിച്ചു, തഥാ അതേ പ്രകാരം, ദോർഭ്യാം കൈകളിൽ നിന്ന്, സംഘർഷണ ധനഞ്ജയവും ഒരു ഭാഗത്ത് ബലരാമൻ, പിന്നെ ഒരു ഭാഗത്തോ അർജുനൻ. ദക്ഷിണേധാർജുനോ ധന്വി ഹലി രാമശ്ച സവ്യതഃ. വലത് കൈയിലാണ് അർജുനൻ, ഇടത് കൈയിലോ ഹലം പൊക്കിപ്പിടിച്ചിട്ടുള്ള ബലരാമനും. ഭീമോ യുധിഷ്ഠിരശ്ചൈവ മാദ്രീപുത്രൗ ച പൃഷ്ഠതഃ അന്ധകാ വൃഷ്ണയശ്ചൈവ പ്രദ്യുമ്ന പ്രമുഖാസ്തതഃ. ഭീമോ യുധിഷ്ഠിരശ്ചൈവ, ഒരാളുടെ കുറവുമില്ല. എന്നിൽ പാണ്ഡവന്മാരൊക്കെ എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വെറും വാക്കല്ല, അത് വാസ്തവമാണ്, സത്യമാണ്. നോക്കിയാൽ കാണാം, കണ്ടാൽ ഗ്രഹിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഭീമനുണ്ട്, യുധിഷ്ഠിരനുണ്ട്, മാദ്രീപുത്രന്മാരെല്ലാവരും അവിടെ പിന്നിലിതാ നടക്കണു. അന്ധകാവൃഷ്ണയശ്ചൈവ പ്രദ്യുമ്ന പ്രമുഖാസ്തതഃ. ഒരു കൂട്ടര് കൃഷ്ണന്റെ പിന്നിലാണ്, പിന്നെയുള്ളവരെല്ലാമോ പ്രദ്യുമ്നടക്കം മുൻപിലുമാണ്. ഭീമോ യുധിഷ്ഠിരശ്ചൈവ മാദ്രീപുത്രൗ ച പൃഷ്ഠതഃ അന്ധകാഃ വൃഷ്ണയശ്ചൈവ പ്രദ്യുമ്ന പ്രമുഖാസ്തതഃ. എല്ലാ പ്രമുഖന്മാരും ഉണ്ട്. നമ്മൾ വിചാരിച്ചു അവരൊക്കെ ഉപപ്ലവ്യത്തിലാണെന്നാ വിചാരം. ഉപപ്ലവ്യത്തിലല്ല, അവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു എന്നാ ആർക്ക് തോന്നണത്? ദുര്യോധനന് തോന്നണത്. തോന്നലാണല്ലോ പ്രമാണം. അനുഭവം തരുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന് ഒരു നിലയുണ്ടാവും. എന്ത് നിലയാ? ഐന്ദ്രിയ നിലയാണ് സാധാരണ ജാഗ്രത അവസ്ഥയിൽ. ആ ഐന്ദ്രിയ നില അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെയൊക്കെ മാനസ നിലയായി. ആ മനസ്സിൽ എന്തെല്ലാം മനസ്സിന് പുറപ്പെടുവിക്കാമോ സൃഷ്ടിക്കാമോ അത് മുഴുവനും സ്വപ്നത്തിൽ കാണുന്ന പോലെ അങ്ങോട്ട് കാണും. അഗ്രേ ബഭൂഹു കൃഷ്ണസ്യ സമുദ്യത മഹായുധാഃ ശംഖചക്ര ഗദാശക്തി ശാർംഗ ലാംഗലനന്ദകാഃ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ സാധാരണ ഈ ഭാഗം ഇങ്ങനെ വിശദമാക്കി പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. ഒരു ദിവ്യരൂപം കാണിച്ചു എന്ന് പറഞ്ഞ് വിടാനാ. ഞാനിത് എന്തിനാ പറയുന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് കൃഷ്ണന്റെ ശരീരത്തിൽ ദിവ്യരൂപം കണ്ടു, അതിൽ ലോകത്തിലുള്ളതും അപ്പുറത്തുള്ളതും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷവും ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു കൃഷ്ണൻ ഉണ്ടല്ലോ നമ്മളെ രക്ഷിക്കാൻ ഒരു തോന്നലൊക്കെ ഉണ്ടാവും.
അപ്പം അതും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഇത് വിവരിക്കാം. ഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അഗ്രേ ബഭൂഹു കൃഷ്ണസ്യ സമുദ്യത മഹായുധാഃ ശംഖചക്ര ഗദാശക്തി ശാർംഗ ലാംഗലനന്ദകാഃ. ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്. ദുര്യോധനന് തോന്നുമ്പോൾ എന്താ തോന്നേണ്ടത്? ഈ കൃഷ്ണനെ നമ്മൾ എങ്ങാനും പിടിച്ച് കെട്ടാൻ പോയി സൈന്യത്തോടുകൂടി തന്നെ പുറപ്പെട്ടു, യുദ്ധം തന്നെ വന്നു എന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണൻ ഒരായുധവുമില്ലാതെ നമ്മളോട് എങ്ങനെയാ പടപൊരുതുക എന്ന് വിചാരിക്കരുത്. ദുര്യോധനന്റെ പ്രയത്നം പൂർണ്ണമായും പൊരുത്തമില്ലാത്തതാണ്, നിഷ്ഫലമാണ്. അത് ഭാവനാത്മകം മാത്രമാണ്, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു ബോധ്യം ഈ ആക്രമിക്കാൻ പുറപ്പെടുന്ന ആളിൽ രചിക്കുന്നതാണല്ലോ ഇവിടുത്തെ ഉദ്ദേശം. ആ രചിക്കുന്നത് എങ്ങനെയാ? ശാരീരികമായോ ബാഹ്യമായോ ഒരു അക്രമം ഉണ്ടാവരുത്, ഒരു യുദ്ധമോ ഒരു പിടിവലിയോ അവിടെ ഇല്ലാതെ തന്നെ ദുര്യോധനെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കണം. അതാണ് കൃഷ്ണന്റെ സാമർഥ്യം. ആ സാമർഥ്യത്തിന് അനുയോജ്യമായി കൃഷ്ണന്റെ ശരീരത്തിൽ കാണുകയാണ്. അഗ്രേ ബഭൂവുഹു കൃഷ്ണസ്യ, കൃഷ്ണന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ സമുദ്യത മഹായുധാഃ. ആയുധങ്ങൾ മുഴുവനും ഉണ്ട് അവിടെ. എന്തൊക്കെയാ? പ്രധാനപ്പെട്ട ആയുധം ശംഖാണെന്നാ പറയണത്. ശംഖ ചക്ര ഗദ ശക്തി ശാർംഗ ലാംഗല നന്ദകാഃ. കൃഷ്ണന്റെ കയ്യിൽ ശംഖുണ്ട്. ശംഖാണല്ലോ മംഗളസൂചകമായിട്ടുള്ളത്. യുദ്ധം തുടങ്ങുമ്പോഴും കൂടി കൃഷ്ണൻ എന്താ ചെയ്തേ? പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ എന്നാണ് സഞ്ജയൻ വിവരിക്കുന്നത്. ആദ്യമായിട്ട് ഊതിയത് എന്താ? ശംഖാണ്. ഭീഷ്മനും ഊതിയത് ശംഖ. ഒരു സിംഹധ്വനി മുഴക്കിക്കൊണ്ടാണ് ഭീഷ്മൻ ശംഖ് വിളിച്ചത്. യുദ്ധക്കളത്തിൽ എന്തിനാ ശംഖ് എന്ന് നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ട് വിളിച്ചുകൂടാ? യുദ്ധവും ധർമാചരണത്തിൻ്റെ ഭാഗമാണല്ലോ. ധർമ്മം പ്രവർത്തന രൂപത്തിൽ വരുമ്പോൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനുണ്ടാവും. അധർമ്മികളെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മിഷ്ഠർ എന്ത് ചെയ്യും? അവരുടെ ശരീരവും മനസ്സും എല്ലാം അങ്ങോട്ട് അർപ്പിച്ചങ്ങോട്ട് പോവും. അതും ധാർമ്മികം തന്നെയാണ്. അത് ലോകത്തിന് മംഗളത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം മംഗളസൂചകമായിരിക്കുന്ന ശംഖധ്വനി അതാണ് പാണ്ഡവപക്ഷത്തിൽ നിന്ന് ആദ്യമായി എടുത്തു മുഴക്കിയത്. ആ ശംഖധ്വനി അത് കയ്യിലുണ്ട്. ചക്രമുണ്ട്, ഗദയുണ്ട്, കൗമോദകി, പിന്നെയോ വേലുണ്ട്, വില്ലുണ്ട്, ഹലമുണ്ട്, വാളുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഒരു കൃഷ്ണനെ പിടിച്ച് കെട്ടാൻ പുറപ്പെട്ടാൽ കയറ് മുറിക്കാൻ എത്ര നേരം വേണം? നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. ഒരായുധമല്ല, ഒന്നിലധികം. വേലുണ്ട്, വില്ലുണ്ട്, ഹലമുണ്ട്, വാളുണ്ട്. ഇനി എന്തു വേണം? അപ്പൊ ദുര്യോധനൻ വിചാരിച്ച കണക്കുകൂട്ടലൊക്കെ അവിടെ പൊളിഞ്ഞു താഴത്തേക്കാ വീണു. അഗ്രേ ബഭൂവുഹു കൃഷ്ണസ്യ സമുദ്യത മഹായുധാഃ ശംഖചക്ര ഗദാശക്തി ശാർംഗ ലാംഗല നന്ദകാഃ. എന്നാൽ ദുര്യോധനന്റെ അഭിപ്രായത്തിൽ ഈ ആയുധങ്ങളൊക്കെ കൃഷ്ണന്റെ അടുത്ത് എങ്ങനെ വന്നു ആവോ? അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഒരു രഥം വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാരും ഈ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. വരുന്ന സമയത്ത് രണ്ട് കൈയും ഫ്രീ ആയിരുന്നു. ഒരു കയ്യ് സാത്വികയുടെ കൈ പിടിച്ചു, പിന്നെ ഒന്നോ വിതുരൻ്റെ കൈ പിടിച്ചു. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എൻ്റെ അടുത്ത് ആയുധം യാതൊന്നുമില്ല. ഞാൻ നിസ്സഹായനായി ഒറ്റയ്ക്കാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ ശരീരം കുറച്ച് വലുതായിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെയാ വന്നിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കണേ. ആ ആളെ നോക്കുമ്പോൾ ഇപ്പം കാണുന്നതോ ശംഖചക്ര ഗദാശക്തി ശാർംഗ ലാംഗല നന്ദകാഃ. ഈ ആയുധങ്ങൾ മുഴുവനുണ്ട് അവിടെ. അദൃശ്യന്തോദ്യതാന്യേവ സർവപ്രഹരണാനി ച നാനാബാഹുഷു കൃഷ്ണസ്യ ദീപ്യമാനാനി സർവശഃ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? അദൃശ്യന്ത ഉദ്യതാന്യേവ. ദുര്യോധനൻ പ്രത്യക്ഷമായി കണ്ണിൻ്റെ മുൻപിൽ കാണുകയാണ്. എന്ത്? ഉദ്യതാന്യേവ സർവപ്രഹരണാനി ച. ഏത് തരത്തിലും പ്രഹരിക്കാനുള്ള എല്ലാ കോപ്പുകളും കൃഷ്ണ ശരീരത്തിലുണ്ട്. ഈ സർവപ്രഹരണാനി എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. എല്ലാ വിധത്തിലും പ്രഹരിക്കാൻ. അത് ഇന്നതെന്നില്ല. അസ്ത്രത്തിന് അസ്ത്രം, ശസ്ത്രത്തിന് ശസ്ത്രം, ഗദയ്ക്ക് ഗദ, വില്ലിന് വില്ല്, വാളിന് വാള്, കുന്തത്തിന് കുന്തം, എല്ലാം ഉണ്ട് കയ്യിൽ. വിഷ്ണു സഹസ്രനാമം മഹാവിഷ്ണുവിനെ 1000 നാമങ്ങൾ കൊണ്ടാണല്ലോ സ്തുതിക്കുന്നത്. അതിൽ അവസാനത്തെ നാമം എന്താണെന്നറിയോ? സർവപ്രഹരണായുധ എന്നാണ്. ആ വാക്കിന് വലിയ അർത്ഥം. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കവചത്തിൻ്റെ ആവശ്യമില്ല. ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങളിൽ മാട്ടോ മാരണോ ഗൂഢോദരോ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോട്ടെ, നിങ്ങളുടെ കയ്യിൽ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന കവചം മാത്രം മതി. നമ്മുടെ വൈദികമായി ഉപനയനം കഴിച്ച് ഉപവീതം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയോട് പറയുന്നത് എന്താണെന്നറിയോ?
നീ ധരിക്കുന്നത് പൂണോലാണ്, ഉപവീതമാണ്. അതിലൊരു ബ്രഹ്മരന്ധ്രമുണ്ട്. ആ ബ്രഹ്മരന്ധ്രം തൊട്ടുകൊണ്ട് നീ ഗായത്രി ജപിക്കുമ്പോൾ ഒരൊറ്റ ശത്രുവിനും നിന്നെ നേരിടാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരു കവചമായിട്ടാണ് ഈ ഉപവീതം കൊടുക്കാറുള്ളത്. അപ്പം സർവപ്രഹരണായുധ, വിഷ്ണു സഹസ്രനാമം, മഹാവിഷ്ണുവിനെ ഭജിക്കുക, ആരാധിക്കുക, മനസ്സിൽ നിർത്തുക, എപ്പോഴും ആശ്രയബുദ്ധിയോടുകൂടി കഴിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രഹരണത്തിനുമുള്ള ശക്തി ഉണ്ടാവും. സർവപ്രഹരണത്തെയും തടുക്കാനുള്ള ആ ബലവും നിങ്ങൾക്കുണ്ടാവും. വലിയൊരു പരിചയമാണ്, വലിയൊരു കവചമാണ്, വലിയൊരു ആയുധമാണത്. ശംഖചക്രഗദാശക്തി ശാർങ്കലാംഗലനന്ദകാ അദൃശ്യന്ത ഉദ്യതാന്യേവ സർവപ്രഹരണാനി ച നാനാബാഹുഷു കൃഷ്ണസ്യ ദീപ്യമാനാനി സർവശഃ. കൃഷ്ണശരീരത്തിൽ ഇനി ഒരു പഴുതുമില്ല. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? സർവശഃ, എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുകയാണ്. നാനാബാഹുഷു കൃഷ്ണസ്യ ദീപ്യമാനാനി, എല്ലാം ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്, ഇടിമിന്നൽ പോലെ. ആ മിന്നിത്തിളങ്ങുന്ന ആയുധം നാനാബാഹുഷു, രണ്ട് കൈയോടുകൂടി രണ്ടാളുടെ കയ്യിൽ കൊടുത്താണ് വന്നത്. ആ വന്ന കൃഷ്ണൻ ഇപ്പോൾ ആയിരക്കണക്കിന് കൈകളാണ്. എല്ലാ കയ്യിലുമുണ്ട് ദീപ്യമാനമായിരിക്കുന്ന ആയുധങ്ങൾ. നേത്രാഭ്യാം നസ്തതശ്ചൈവ ശ്രോത്രാഭ്യാം ച സമന്തതഃ പ്രാദുരാസൻ മഹാരൗദ്രാഃ സധൂമാഃ പാവകാർച്ചിഷഃ. നേത്രാഭ്യാം നസ്തതശ്ചൈവ ശ്രോത്രാഭ്യാം ച സമന്തതഃ. കണ്ണുകളിൽ നിന്ന്, രണ്ട് കണ്ണിൽ നിന്ന്, അതുമാതിരി മൂക്കിൽ നിന്ന്, ചെവിയിൽ നിന്ന് ഒക്കെ ഈരണ്ടെണ്ണാണ്. പക്ഷെ ഈരണ്ടെണ്ണമാണെങ്കിലും അതിൽ നിന്ന് പുറപ്പെടുന്നതോ പ്രാദുരാസൻ മഹാരൗദ്രാഃ സധൂമാഃ പാവകാർച്ചിഷഃ. മഹാരൗദ്രന്മാരെ ഒന്നും രണ്ടുമല്ല, കണ്ണ് രണ്ട്, കാത് രണ്ട്, മൂക്ക് രണ്ട്, ഇതൊക്കെ രണ്ട് തുളയൊക്കെ ആണെങ്കിലും ആ രണ്ട് തുളയിൽ നിന്ന് പുറപ്പെടുന്നത് ഓരോന്ന് ഈരണ്ടല്ല, അനവധി എന്നാ പറയണത്. പ്രാദുരാസൻ പെട്ടെന്ന് അങ്ങോട്ട് ആവിർഭവിച്ചു അത്രേ. മഹാരൗദ്രന്മാര് സധൂമാഃ പാവകാർച്ചിഷഃ. പുകയോടുകൂടി ഇങ്ങനെ അഗ്നി ജ്വലിച്ചാൽ എന്തായിരിക്കും? അതേമാതിരി അങ്ങോട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുക. ദുര്യോധൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് കൃഷ്ണനെ നോക്കുമ്പോൾ ഇത് മുഴുവനും. രോമകൂപേഷു ച തഥാ സൂര്യസ്യേവ മരീചയഃ തം ദൃഷ്ട്വാ ഘോരമാത്മാനം കേശവസ്യ മഹാത്മനഃ. രോമകൂപേഷു ച തഥാ സൂര്യസ്യേവ മരീചയഃ. രോമകൂപങ്ങളിൽ നിന്ന് സൂര്യസ്യേവ മരീചയഃ, സൂര്യനിൽ നിന്ന് കിരണങ്ങൾ എങ്ങനെയാണോ വരുന്നത് അതേമാതിരി മരീചികൾ ഇങ്ങനെ പുറപ്പെടുന്നു. തം ദൃഷ്ട്വാ ഘോരമാത്മാനം കേശവസ്യ മഹാത്മനഃ. മഹാത്മനഃ കേശവസ്യ ആത്മാനം തം ദൃഷ്ട്വാ ഘോരം. ഞാൻ ഇത്ര നേരം കണ്ട കൃഷ്ണനല്ലല്ലോ അപ്പം അത്. എത്ര ശാന്തനായിട്ടാണ് വന്ന് സംസാരിച്ചത്. വാക്കുകൾക്ക് കുറെ പാരുഷ്യമുണ്ടായി അവസാനം എൻ്റെ ബുദ്ധിമോശം കൊണ്ട്. ഇപ്പം ഞാൻ കൃഷ്ണനെ കാണുമ്പോൾ ആ പണ്ട് കണ്ട കൃഷ്ണനൊന്നുമല്ല, അല്പനേരം മുമ്പ് കണ്ട കൃഷ്ണനല്ല. ഈ കൃഷ്ണൻ ആകെ ഒരു വിശ്വരൂപിയായിരിക്കുന്നുവല്ലോ. ഒരു പുതിയ വിശ്വം തന്നെ ഉണ്ടായിരിക്കുകയാണ് എൻ്റെ മുൻപിൽ ഈ സഭാഗൃഹത്തിൽ. ദുര്യോധൻ്റെ മനസ്സിൽ തോന്നുകയാണ്. തം ദൃഷ്ട്വാ ഘോരമാത്മാനം കേശവസ്യ മഹാത്മനഃ. ഞാൻ പിടിച്ചു കെട്ടാം എന്ന് വിചാരിച്ചപ്പോൾ ഒരു മനുഷ്യകൃഷ്ണനായിരുന്നു എൻ്റെ മുൻപിൽ. ഇപ്പോഴോ അദ്ദേഹം ഘോരനായി, ഭയങ്കരനായി. ആ ഒരൊറ്റ ആളിൽ ഞാൻ കാണുന്നത് പ്രപഞ്ചത്തിനെ മുഴുവനും നിഷ്പ്രഭമാക്കുന്നതായ പ്രകാശവും അനവധി നവമായിരിക്കുന്ന വസ്തുക്കളും പ്രഭാവങ്ങളും ശക്തികളും വീര്യങ്ങളും ജീവജാലങ്ങളുമാണ് ഞാൻ കാണുന്നത്. ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ. ഇങ്ങനെ ഒരാളോ എന്ന് വിചാരിക്കുകയാണ്. ഈ അർജുനൻ്റെ മുൻപിൽ വിശ്വരൂപം കാണിച്ചു. ആ വിശ്വരൂപം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാതിരി അവിടെ അർജുനൻ്റെ മനസ്സിൽ സംശയം തീരുന്നില്ല. എന്താ ഈ സംശയം? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിദ്യ പഠിപ്പിച്ചു തന്ന് ഞാൻ കാക്കൽ നമസ്കരിച്ച് ആരാധിച്ചു പോരുന്നു ഇന്നും. ആ ആരാധനയ്ക്ക് പാത്രമായിരിക്കുന്ന എൻ്റെ ആചാര്യന് കൂർത്തുമൂർത്ത ശരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സ് എങ്ങനെയാ വികാരങ്ങൾ സമ്മതിക്കുക?
അതേമാതിരി എന്നെ ചെറുപ്പം മുതൽക്ക് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നും ഈ ഭീഷ്മനോ ദ്രോണനോ കൃപനോ ഒന്നും എന്നോട് ഒരു വിധത്തിലുള്ള വൈരവുമില്ല. എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ അനുഗ്രഹകാരികളായിരിക്കുന്ന ഇവരെ ഞാൻ അസ്ത്രം കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാ സാധിക്കുമോ എന്ന്. ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഞാൻ എങ്ങനെ ധർമ്മയുദ്ധമായി പരിഗണിക്കും? കാര്യം ധർമ്മത്തിന് വേണ്ടി നടക്കുന്ന യുദ്ധമാകാം, പക്ഷെ ഇത് ചെയ്യുന്നവർ മനുഷ്യരാണ്, അമ്മിഞ്ഞ കുടിച്ച് വളർന്നിട്ടുള്ളവരാണ്. അപ്പം നമുക്ക് മനുഷ്യ സഹജമായി പല വികാരങ്ങളും ഉണ്ടാവും. ആ വികാരങ്ങൾ എങ്ങനെ സമ്മതിക്കും മുത്തശ്ശനെയും ആചാര്യനെയും യുദ്ധത്തിൽ നേരിടാൻ? കണ്ടമാത്രയിൽ അവരെ നമസ്കരിച്ച് കാല് പിടിച്ച് അനുഗ്രഹം യാചിക്കേണ്ടവരാണ് നമ്മൾ. ആ സ്ഥാനത്ത് എതിരാളികളായി കണ്ട് ശത്രുക്കളായി കണ്ട് അവരെ യുദ്ധം ചെയ്യുക ഇത് സാധ്യമല്ലല്ലോ എന്നൊരു വിചാരം അർജുനൻ്റെ മനസ്സിൽ നിന്ന് മാച്ചാലും തുടച്ചാലും പോവില്ല. അപ്പം അത് പോകാൻ്റെ നിവൃത്തിയില്ല, യുദ്ധം നടത്തേണ്ടിയിരിക്കുന്നു. അത് കൃഷ്ണന് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹം വിശ്വരൂപം വർണ്ണിച്ച് ആ വിശ്വരൂപം എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്ന് അർജുനനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അർജുനൻ്റെ മനസ്സിൽ തോന്നി. ഈ വിശ്വരൂപം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ആവശ്യത്തിനനുസരിച്ചാണ്. കൃഷ്ണൻ്റെ സ്വയം അഭിലാഷമല്ല ഞാനിങ്ങനെ വിശ്വരൂപിയായി നിൽക്കാം എന്നുള്ളത്. ആവശ്യത്തിന് എന്ത് വേണോ അത്, അടിക്കടി തടയ്ക്ക് തട. വിശ്വരൂപം കാണേണ്ടടുത്ത് വിശ്വരൂപം. ഇവിടെ ഇപ്പോൾ ആവശ്യം എന്താ? ആ സഭാഗൃഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിധത്തിലുള്ള അന്യായവും അവിടെ നടക്കരുത്. വന്നത് സമാധാന ദൗത്യത്തിനാണ്. ആ സമാധാനത്തോടു കൂടി ഒരു അടിപിടിയും കലശലും ഇല്ലാതെ കൃഷ്ണന് മടങ്ങിപ്പോണം. അതിനിപ്പോൾ ദുര്യോധനാണ് ഒരു തടസ്സം കെട്ടാൻ പുറപ്പെട്ടിരിക്കുക. അതറിഞ്ഞ് കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ബന്ധിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിലും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് സമാധാനത്തോടു കൂടി അവിടെ നിന്ന് പോകണമെങ്കിൽ എന്തു വേണം? ദുര്യോധൻ്റെ മനസ്സിലും കാണികളുടെ മനസ്സിലും ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തൃപ്തിയാവും. എനിക്കിഷ്ടമായിട്ട് പോവാം, മടങ്ങി പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. നേരെ മറിച്ച് കുരുക്ഷേത്രത്തിലോ അവിടെ നടക്കാൻ പോകുന്നത് 18 ദിവസം നീണ്ടു നിന്ന കൊടും യുദ്ധമാണ്. ഒരു ദിവസമല്ല, 18 ദിവസം. 45 ലക്ഷം പടയാളികളാണ്. അതിൽ 44,99,990 മരിച്ചു വീണു. ആ യുദ്ധം നടത്താൻ എളുപ്പമല്ല. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? അർജുനൻ്റെ മനസ്സിൽ ആ യുദ്ധത്തിനെ ഒന്നങ്ങോട്ട് കാണിച്ചങ്ങോട്ട് കൊടുത്തു. നീ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് വരാനിരിക്കുന്ന കാര്യം ഇപ്പോൾ ദാ മുമ്പ് തന്നെ കണ്ടോ. ഈ യുദ്ധം നടന്നു കഴിഞ്ഞു. ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായി ആൾക്കാരിതാ മരിക്കണു. പ്രപഞ്ചത്തിൻ്റെ ആ വക്രമുണ്ടല്ലോ, ദംഷ്ട്രം വക്രം, അതിൻ്റെ ഉള്ളിലേക്ക് ഈയാമ്പാറ്റ അഗ്നിക്ക് പോകുന്ന മാതിരി പാഞ്ഞ് കയറുകയാണ് അവിടെ. അതിൽ ഭീഷ്മനും പെടും, ദ്രോണനും പെടും, കർണനും പെടും, സർവ്വ ആൾക്കാരും, രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാല സംഘൈഃ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരപി യോധമുഖ്യൈഃ. അർജുനൻ കാണുകയാണ് സ്വയം. കൃഷ്ണൻ ഒന്നും ചെയ്യണില്ല. അർജുനന്റെ മനസ്സിലാണത് മുഴുവൻ വിരിഞ്ഞു വരണത്. എന്നിട്ട് അർജുനൻ പറയുന്നതാണ്, അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാല സംഘൈഃ. ധൃതരാഷ്ട്രന്റെ പുത്രന്മാരെല്ലാവരും ഉണ്ടല്ലോ. ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ. ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, സൂതപുത്രനായ കർണനുണ്ട്. സഹാസ്മദീയൈരപി യോധമുഖ്യൈഃ. നമ്മുടെ പക്ഷത്തിലുള്ളവരും ഉണ്ട്. എല്ലാവരും കൂടി ഇതാ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ് വിലഗ്ന ദശനാന്തരേഷു സന്ദൃശ്യന്തേ ചൂർണിതൈഃ ഉത്തമാംഗൈഃ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കുരുക്ഷേത്രത്തിലുള്ള ആ വിശ്വരൂപത്തിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ പറയുകയാണ്, ഒരു കോൺട്രാസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. ഇവിടെ കൃഷ്ണൻ്റെ ആവശ്യം അവിടുന്ന് ഒഴിഞ്ഞു പോവലാണ്. അവിടെ കൃഷ്ണൻ്റെ ആവശ്യം എന്താ? അർജുനെ അമ്പും വില്ലും എടുപ്പിച്ച് 18 ദിവസം യുദ്ധം ചെയ്ത് 10 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ആ യുദ്ധത്തിൽ കൊല്ലപ്പെടണം. അപ്പം അതിന് അർജുനൻ്റെ മനസ്സിലുള്ള സംശയം തീരാൻ വേണ്ടി പറയുകയാണ്, അർജുന, ഈ ഒരു യുദ്ധം നിനക്ക് വേണ്ടി ഉണ്ടാവുന്നതല്ല, നിന്നെ കൊണ്ടുണ്ടാവുന്നതല്ല. ഈ യുദ്ധം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ട് വീശിയാൽ കാറ്റിൽ ജീവിക്കുന്ന എത്ര പ്രാണികളാണ് മരിച്ചു പോവുക? ഒരു ജലക്ഷോഭമുണ്ടായാൽ എന്തൊക്കെയാണ് ജലത്തിൽ സംഭവിക്കുക? അഗ്നി അങ്ങോട്ട് കൊത്തിയുന്നുണ്ടെങ്കിൽ എത്ര പേരാണ് അതിൽ പോവുക? ആ അഗ്നി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിരിക്കട്ടെ, പഞ്ചഭൂതങ്ങളാണത് മുഴുവനും.
ഭൂമി കുലുങ്ങി എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരും എത്ര കെട്ടിടങ്ങളും അതിൽ വീഴും. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽപ്പെട്ടതാണ്. ഭൂമി കുലുക്കം, സമുദ്രത്തിലുണ്ടാവുന്ന ക്ഷോഭങ്ങൾ, അതിവൃഷ്ടി, അനാവൃഷ്ടി, കൊടുങ്കാറ്റ്, അഗ്നിബാധ, ഇതൊക്കെ ലോകത്തിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇത് മുഴുവനും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഭൂമി കുലുങ്ങാതെ ഇരിക്കണമെന്ന്. ഭൂമി എന്തിനു കുലുങ്ങണു ആവോ? നിങ്ങൾ ഇതേവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ വ്യാസം ഒരളവ് വരെ നമുക്കറിയാം. അതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ നമ്മൾ ഇതേവരെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ സാധിക്കൂല. ജലാശയം അതിനെ അളന്നെടുത്തിട്ടുണ്ടോ? അതിലെന്തൊക്കെയാണ് ഘടന എന്ന് നമുക്കറിയോ? ഈ ജലത്തിനും ഭൂമിക്കും തമ്മിലുള്ള ബന്ധം എന്താ? അതിങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ഒരു ബാലൻസിന് വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറേണ്ടി വരില്ലേ? അതിന് നമ്മൾ പറയണത് ഭൂമി കുലുക്കുന്ന. ഭൂമി അത് പറയില്ല. ഭൂമി അത് പറയുമോ ഞാൻ കുലുക്കിയെന്ന്? നമ്മൾ മനസ്സിലാക്കണം, പഞ്ചഭൂതങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളോടുകൂടി ഇണങ്ങിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവ സ്വയം നിലനിൽക്കാൻ വേണ്ടി കാലാകാലത്തിൽ എന്തെല്ലാം ഭ്രംശങ്ങൾ എന്ന് തോന്നാവുന്ന പല പ്രത്യേക വിശേഷ സംഭവങ്ങളും ഉണ്ടാവുമോ? അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സമുദ്രത്തിന് വെറുതെ എങ്ങനെ ഇരിക്കാൻ പറ്റില്ല. തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിവേഗത്തിൽ. വെള്ളത്തോട് കൂടിയിട്ടാണ് തിരിയുന്നത്. എന്ത് തിരിഞ്ഞാലും ആ ഫ്രിക്ഷൻ്റെ പേരിൽ ചില മാറ്റങ്ങളൊക്കെ വരാതെ കഴിയില്ല. അപ്പം ആ മാറ്റത്തിൽപ്പെട്ട റെഗുലറായ സംഭവങ്ങളാണത്. അനുക്രമം നടക്കുന്ന സംഭവങ്ങളാണ്. 60 കൊല്ലം കൂടുമ്പോൾ ചില സംഭവങ്ങൾ നടക്കും. 150 കൊല്ലം കൂടുമ്പോൾ ചിലത് നടക്കും. 500 കൊല്ലം കൂടുമ്പോൾ ചിലത് നടക്കും. 1000 കൊല്ലം കൂടുമ്പോൾ ചിലത് നടക്കും. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ 100 കൊല്ലമോ 50 കൊല്ലമോ ചരിത്രം എഴുതി ഉണ്ടാക്കി ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ കാര്യമായില്ല. എത്ര കാലമായി ഭൂമി ഉണ്ടായിട്ട്? എത്ര കാലമായി ആകാശം ഉണ്ടായിട്ട്? അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അർജുന മറ്റ് പലതും പോലെ ഈ യുദ്ധവും. അതിനെ നീ ഒറ്റ തിരിച്ച് കാണരുത്. ഞാൻ കാരണം, ഗാണ്ഡീവധാരി കാരണം ഈ യുദ്ധമുണ്ടാവണു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും എന്ന് വിചാരിക്കരുത്. സർവ്വ ആൾക്കാരും ഇവിടെ വന്നിട്ടുള്ളവർ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പടപൊരുതി മരിക്കാനോ കൊല്ലാനോ തീരുമാനമെടുത്തു വന്നവരാണ് എല്ലാവരും. അങ്ങനെ വന്നത് പ്രപഞ്ചത്തിൻ്റെ ജൈവ വ്യവസ്ഥകളെ പോലെ മാനസ വ്യവസ്ഥകളുണ്ട്, ചില മര്യാദകൾ. അതിനനുസരിച്ചാണ്. ദുര്യോധനൻ ഒരുത്തനൊരു ദുഷ്ടൻ. ആ ദുഷ്ടൻ്റെ കൂട്ടുപിടിക്കാൻ 11 അക്ഷൗഹിണി സേനാനികളും ആ രാജാക്കന്മാരും. അപ്പോൾ ദുര്യോധനൻ മാത്രമാണോ ഇതിൽ ഉള്ളത്? 11 അക്ഷൗഹിണി സേനയെ പറഞ്ഞയച്ച രാജ്യങ്ങളും പ്രതിനിധികളും എല്ലാം അതിൽ പെട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർക്ക് ഇവിടെ ആവശ്യം അധർമ്മം കൊടികുത്തി വാഴണമെന്നാണ്, ദുര്യോധനൻ്റെ കൂടെ നിൽക്കണമെന്നാണ്. അങ്ങനെ ഒരു കൂട്ടരെ ഇനിയും നമ്മൾ അനുവദിച്ചാൽ എന്തായിരിക്കും? ഈ 11 12 ആവും, 12 13 ആവും, 13 15 ആവും. അവസാനം ഭാരതം മുഴുവൻ അധർമ്മ ഭൂമിയായി തീരും. അത് അനുവദിക്കാൻ തയ്യാറില്ല പ്രപഞ്ചത്തിൻ്റെ കർത്താവ്. അപ്പം അദ്ദേഹം യുദ്ധമാണെങ്കിൽ യുദ്ധം പരിണമിപ്പിക്കും, സ്നേഹമാണെങ്കിൽ സ്നേഹം പരിണമിപ്പിക്കും. കൃഷ്ണൻ ഇതാ അവിടെ ചെന്നിരിക്കുകയാണ് ശാന്തി ദൗത്യത്തോടുകൂടി. ആ ദൗത്യത്തിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെ നടന്നു, എത്ര പേര് സംസാരിച്ചു. ദുര്യോധനൻ ഒറ്റപ്പെട്ടവനാണ്, ബാക്കി എല്ലാവരും അതിന് വിരോധമായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ടും ദുര്യോധനന് കൃഷ്ണനെ കെട്ടി കാര്യം അവസാനിപ്പിക്കണം എന്നാണ് വിചാരം. അപ്പോൾ ഒരൊറ്റ ആളുടെ മനസ്ഥിതി എങ്ങനെയാണ് ഒരു ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ പുറപ്പെടുന്നത്? അങ്ങനെ വന്നാൽ അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവോടും പ്രപഞ്ചത്തിൻ്റെ ശാശ്വതമായ വ്യവസ്ഥയോടുമുള്ള ഒരു തുറന്ന വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ പ്രപഞ്ചം ഒരിക്കലും അനുവദിക്കില്ല. മനുഷ്യൻ പേടിക്കും, ദൈവം പേടിക്കില്ല. പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും പ്രപഞ്ചത്തിന് പേടിയില്ല. ജലജന്തുക്കളെ ജലം പേടിക്കില്ല, കാറ്റ് ജീവികളെ കാറ്റ് പേടിക്കില്ല, ഭൂജന്തുക്കളെയും മനുഷ്യനെയും ഭൂമി പേടിക്കില്ല. കുലുങ്ങണം തോന്നിയാൽ കുലുങ്ങും. അവന് നല്ല ബുദ്ധി നശിച്ചു പോണു എന്ന് വന്നാൽ ആ നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി ഞാനൊന്ന് കുലുങ്ങണം എന്ന് വിചാരിച്ചാൽ ഭൂമി അങ്ങോട്ട് കുലുങ്ങും. ഒരൊറ്റ ആളുടെ സമ്മതവും ഭൂമിക്ക് വേണ്ട. ഇത് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കൂ. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാലസംഘൈഃ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ. അതാണ് പറയുന്നത്. ഭീഷ്മനെയും കണ്ടു അർജുനൻ, ദ്രോണനെയും കണ്ടു അർജുനൻ, കർണനെയും കണ്ടു അർജുനൻ. കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാരും ഉണ്ട്,
എല്ലാവരും കൂടി വക്ത്രാണിതേ ത്വരമാണാവിശന്തി. എത്ര വേഗമാണ് കുതിച്ചു ചെല്ലുന്നത് ആ കൃഷ്ണന്റെ വിശ്വരൂപ മുഖത്തിലേക്ക്. ദംഷ്ട്രാകരാലാനി ഭയാനകാനി, അതിഭയങ്കരമായിരിക്കുന്ന ദംഷ്ട്രങ്ങളുണ്ട്, കരാളങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കുതിച്ചുവിന് ഹൂന്ന് പോവാ. പിടിച്ചു വലിച്ചിട്ടല്ല, സ്വയം പാഞ്ഞു ചെല്ലാണ്. നാശമുഖത്തിലേക്ക് ക്ഷയമുഖത്തിലേക്ക് വലിഞ്ഞങ്ങോട്ട് കയറുകയാണ്. ഒരേ ദിവസം ജീവിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നാം ജന്മദിനത്തിൽ നിന്ന് അകന്ന് മരണദിനത്തിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും കുട്ടിക്ക് ആണ്ടപ്പിറന്നാൾ, കുട്ടിക്ക് 10ാമത്തെ പിറന്നാൾ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 25ാമത്തെ ആനിവേഴ്സറി. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു ആനിവേഴ്സറി അല്ലാതെ അത് പിന്നെ എന്താ? മരിക്കാൻ പോകുന്നതിനോട് 25 കൊല്ലം അടുത്തിരിക്കുക നിങ്ങൾ. ഇതാണ് അവിടെ നടക്കുന്നത്. നല്ല പോലെ മനസ്സിലാക്കി. ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിത് വിലഗ്ന ദശനാന്തരേഷു. ആ പോണ പോക്കില് ചിലർ പല്ലിൻ്റെ ഇടയിൽ തൊണ്ണിൻ്റെ ഇടയിൽ പിടിച്ചങ്ങോട്ട് നിൽക്കുക. കേചിത് വിലഗ്ന ദശനാന്തരേഷു സന്ദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈ. ആ കടിച്ചിട്ട് ചിലരൊക്കെ പൊടിയായിരിക്കണം അവിടെ. യഥാനദീനാം ബഹവോംബുവേഗാ സമുദ്രമേവാഭിമുഖാദ്രവന്തി തഥാ തവാമി നരലോകവീരാः വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. യഥാ നദീനാം ബഹവോംബുവേഗാः സമുദ്രമേവാഭിമുഖാ ദ്രവന്തി. ഭൂമി ഒരേപോലെയുള്ള ലെവലല്ല, നിരന്നതല്ല. അതിൽ കുണ്ടുകളും കുഴികളുമുണ്ട്. കുഴികളുള്ള സ്ഥലത്താണ് വെള്ളം. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതുമാതിരി പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതങ്ങളിൽ നിന്നാണ് പല സാധനങ്ങളും നമുക്ക് കിട്ടുന്നത്. മണലൊക്കെ അവിടുന്ന് വരുന്നതാണ്. വെറുതെ നിരന്ന ഭൂമിയായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ഇവിടെ മണലുണ്ടാവില്ല. അപ്പം ഭൂമി നിരന്നതല്ല, പല വ്യത്യാസങ്ങളുമുണ്ട് അതിൻ്റെ തലത്തിൽ. അങ്ങനെയുള്ളതിൽ യഥാനദീനാം ബഹവോംബുവേഗാഃ, ധാരാളം ഒഴുക്ക്, നല്ല വിസ്താരം, നല്ല ആഴം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞൊരു നദി ആസാമിൽ നിന്ന് ഒഴുകുന്നതാണ്. അത് ദിബ്രുഗാറിൽ ചെന്ന് കണ്ടാൽ സമുദ്രം പോലെയാണ്. അപ്പുറത്തുള്ള തീരം കാണില്ല. 8, 9, 10 കിലോമീറ്റർ വിസ്താരമാണ്. അപ്പോൾ വലിയ ശക്തിമത്തായിട്ടാണ് അത് ഒഴുകുന്നത്. എത്ര വിസ്താരം, എത്ര ആഴം. ബഹവോംബുവേഗാഃ നദീനാം സമുദ്രമേവാഭിമുഖാദ്രവന്തി. അതെങ്ങനെയാണ് ഈ ഒഴുകുന്നത്? സമുദ്രത്തിലേക്കാണ്. സമുദ്രത്തിലേക്ക് നദി ഒഴുകുന്നത് വെറും സ്വാഭാവികമാണ്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല.